ചലച്ചിത്ര അക്കാദമി ചെയർമാനായ ശേഷം പ്രേംകുമാറിന് വല്ലാതെ തലക്കനം വന്നുവെന്നാണ് സിനിമാ മേഖലയിലുള്ള പലരും പറയുന്നത്. രഞ്ജിത്ത് പടിയിറങ്ങിപ്പോയ സാഹചര്യം നമുക്കറിയാം. അപ്പോഴാണ് താൽക്കാലിക ചെയർമാനായി നടൻ പ്രേംകുമാറിനെ വൈസ് ചെയർമാനായിരുന്നു, അദ്ദേഹത്തെ ചെയർമാനായി അപ്പോയിന്റ് ചെയ്യാൻ സാംസ്കാരിക വകുപ്പ് തീരുമാനിച്ചത്. ചെയർമാനായ അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. സീരിയൽ നടനായിട്ടാണ് അദ്ദേഹം വന്നത്, ലംബോ അങ്ങനെ ഒരു നടനായിട്ടാണ് അദ്ദേഹം അഭിനയ രംഗത്ത് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സൈക്കോളജിയിൽ അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. അങ്ങനെ എല്ലാം നോക്കുകയാണെങ്കിൽ മിടുക്കനാണ്, ആ സ്ഥാനത്തിരിക്കാൻ അർഹനുമാണ്. പക്ഷേ ആളുകൾ പറയുന്നത്, സിനിമാക്കാർ പറയുന്നത് പ്രേംകുമാറിന് വല്ലാതെ തലക്കനം കൂടിപ്പോയി എന്നാണ്. അത് പറയാനുണ്ടായ കാരണം, ചില കാര്യങ്ങളിൽ പ്രേംകുമാർ കൃത്യം നിലപാട് പറയും, നിലപാട് പറയും. ഇടതുപക്ഷവുമായി അത്രയധികം ബന്ധമുള്ള ആളാണ് പ്രേംകുമാർ. ഇക്കുറി പറഞ്ഞത് പക്ഷേ കുറച്ച് കടന്ന കൈയായി പോയി. കാരണം എന്താണ്? സീരിയൽ രംഗം എൻഡോസൾഫൻ വിഷം പോലെയാണ്, അതിങ്ങനെ വിഷം വമിപ്പിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം വിമർശിച്ചു. സീരിയൽ രംഗത്ത് നമുക്കറിയാം, സാധാരണ കലാകാരന്മാരാണ്. സിനിമ പോലെ അത്ര വലിയ സാലറിയോ അത്ര വലിയ ഇതോ കിട്ടുന്ന സംഭവങ്ങളല്ല. ചിലപ്പോൾ ഒരു ദിവസം 5000, 6000 രൂപയോ 10000 രൂപയൊക്കെ വാങ്ങുന്ന നടീനടന്മാരുണ്ടാകാം. പക്ഷെ അതൊരു ഒരു കാലഘട്ടത്തേക്ക് മാത്രമേ അതുണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ വരുമാനം നിലച്ചു പോകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ സീരിയൽ രംഗത്ത് സിനിമ പോലെ അത്ര ഗ്ലാമർ ജോലിയല്ല സീരിയൽ രംഗത്തുള്ളത്. അത് സാധാരണ നമുക്ക് സിനിമ ഒരു ഹയർ ക്ലാസ്സിൻ്റെതാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിൻ്റെ ലെവലിലുള്ള ശമ്പളവും പാക്കേജും ഒക്കെയാണ് സീരിയലിന് ലഭിക്കുന്നത്. ഈ സീരിയലിൻ്റെ കഥ അവതരിപ്പിക്കുന്ന രീതി, അതിന് നിർമ്മാണം, ഇതൊക്കെ നിശ്ചയിക്കുന്നത് വിനോദ ചാനലുകളിലെ ഈ സീരിയലുകളൊക്കെ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്. അവരാണ് ഈ കഥ വായിക്കുന്നത്. അവർ കഥ വായിച്ച് കഥ ഓടുമോ, പരസ്യക്കാരുമായി ഡിസ്കസ് ചെയ്തിട്ട് പരസ്യം ലഭിക്കുമോ, റേറ്റിംഗ് കിട്ടുമോ, മത്സരമാണല്ലോ, അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടാണ് ഒരു കഥ സീരിയലാക്കി നിർമ്മിക്കാൻ അനുവദിക്കുന്നതും ഫണ്ട് ചെയ്യുന്നതുമൊക്കെ. ആ ഫണ്ടിൽ നിന്നാണ് എല്ലാവർക്കും ശമ്പളം കൊടുക്കേണ്ടതൊക്കെ. ചിലപ്പോൾ ചില പ്രൊഡ്യൂസർമാർ ഉണ്ടെങ്കിൽ അവർ കാശ് മുടക്കിയിട്ട് ടെലിവിഷനുകളിൽ നിന്ന് അവർ ഓരോ എപ്പിസോഡിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് അവർ വാങ്ങും. അങ്ങനെ 2-3 തരത്തിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നടന്നത്, ഈ സീരിയലുകളെ അദ്ദേഹം ഇങ്ങനെ വിമർശിച്ചപ്പോൾ ധർമ്മജൻ ബോൾഗാട്ടിയാണ് ആദ്യം വിമർശനവുമായി രംഗത്ത് വന്നത്. ഈ തലക്കനം കൂടി, ഇതൊന്നും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരുന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നതെന്നൊക്കെ ധർമ്മജൻ ബോൾഗാട്ടി അങ്ങനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ധർമ്മജൻ വിമർശിക്കുമ്പോൾ, ധർമ്മജൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നല്ലോ. അതൊരു രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ വിരോധം തീർക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ നിലപാട് പറഞ്ഞു എന്നൊക്കെ പറയാം, സിനിമാ നടനാണെങ്കിൽ പോലും. എന്നാൽ കെ ബി ഗണേഷ് കുമാർ ഈ അമ്മ പോലെ തന്നെ സീരിയൽ നടീനടന്മാരുടെ സംഘടനയാണ് ആത്മയുടെ പ്രസിഡന്റാണ് ഈ കെ ബി ഗണേഷ് കുമാറാണ് അതിൻ്റെ ഒരു രക്ഷാധികാരി എന്നൊക്കെ വേണമെങ്കിൽ വിളിച്ചാലും കുഴപ്പമില്ല. കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ പ്രേംകുമാറിന് ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് വളരെ മോശമാണ്, നിങ്ങൾ ഈ സാധാരണ ആളുകളെ അടച്ചാക്ഷേപിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് വിമർശനാത്മകമായി സമീപിച്ചുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. കെ ബി ഗണേഷ് കുമാർ കത്ത് കൊടുക്കുമ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരേ മുന്നണിയിൽപ്പെട്ട ആളുകളാണ്. മുന്നണിയിൽപ്പെട്ട ഒരു മന്ത്രി തന്നെ ഈ സർക്കാരിൻ്റെ ചെയർമാനെതിരെ പരാതിയുമായി അല്ലെങ്കിൽ ആക്ഷേപവുമായി കത്തുമായി രംഗത്ത് വരുമ്പോൾ അതൊരു വിവാദത്തിന് സ്കോപ്പുള്ള സംഭവമാണ്. എന്നാൽ കെ ബി ഗണേഷ് കുമാർ പറയുന്നതിലാണോ കാര്യം, പ്രേംകുമാർ പറയുന്നതിലാണോ കാര്യമെന്ന് പരിശോധിച്ചാൽ പ്രേംകുമാർ പറയുന്നതിനകത്ത് സാമൂഹിക വിപത്തിനെ കുറിച്ചുള്ള സൂചനയുണ്ട്. അത് സാമൂഹിക വിപത്ത് തന്നെയാണ്. സീരിയലിലെ കണ്ടന്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, അത് വനിതാ കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷൻ പറഞ്ഞു സിനിമയ്ക്കും സെൻസറിങ് സെൻസറിങ് സീരിയലിനും വേണമെന്ന് പറഞ്ഞു. വനിതാ കമ്മീഷൻ പറഞ്ഞതിന് ശേഷമാണ് പ്രേംകുമാർ ഈ എൻഡോസൾഫാനിസം എന്ന് പറയുന്ന പ്രയോഗവുമായി രംഗത്തെത്തിയത്. വനിതാ കമ്മീഷൻ പറഞ്ഞു സീരിയലിനും സെൻസർ വേണം. അപ്പോൾ അതിനകത്തൊരു പ്രായോഗിക ബുദ്ധിമുട്ടെന്നാൽ ചിലപ്പോൾ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ടെലിവിഷനിൽ കൊണ്ടെത്തിക്കുകയോ അങ്ങനെയൊക്കെയാണ് സീരിയലിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. പെട്ടെന്നായിരിക്കും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മുഴുവൻ ചെയ്തിട്ട് സിനിമ പോലെ മുഴുവൻ ഷൂട്ട് ചെയ്ത് മുഴുവൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല, സെൻസർഷിപ്പിന് കൊടുക്കാൻ പറ്റില്ല, സെൻസർ ബോർഡിന് കൈമാറാൻ കഴിയില്ല. ഇത് ഓരോ എപ്പിസോഡ് എപ്പോഴാണ് ഷൂട്ട് അതിനനുസരിച്ചാണ് ടെലിവിഷന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അതുകൊണ്ട് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്, സെൻസർ ചെയ്യുക എന്ന് പറയുന്നത് സീരിയലിൻ്റെ കാര്യത്തിൽ പ്രായോഗികമല്ല. ഇനി മറ്റൊരു കാര്യം കെ ബി ഗണേഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നത്, സീരിയലിൻ്റെ കഥയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കഥാതന്തു, കഥ നിർമ്മാണം, ഇതൊക്കെ തീരുമാനിക്കുന്ന വിനോദ ചാനലുകളുടെ മേധാവിമാരാണ്. അതുമാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലുകൾ നിങ്ങൾ നോക്കുക, ബഹുഭൂരിപക്ഷ സീരിയലുകളും അന്യഭാഷാ സീരിയലുകളാണ്. മറ്റ് ഭാഷകളിൽ നിന്ന് മൊഴിമാറ്റം ചെയ്യപ്പെട്ട് ഡബ്ബ് ചെയ്ത സീരിയലുകളാണ് കേരളത്തിൽ ഓടുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പ്രേംകുമാറിൻ്റെ വാക്കുകൾ ഇന്ത്യ ഒട്ടാകെയുള്ള സീരിയൽ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നതാണ്. കാരണം എല്ലായിടത്തും ഈ വിഷം വമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ഇത് ഒരു അല്പം കൂടി അവധാനത എന്താണ് ഈ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിട്ട് ഉത്തരവാദിത്തമുള്ള പോസ്റ്റിലിരുന്നിട്ട് ഇങ്ങനെ കലാകാരന്മാരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ ചെയ്യരുത്. അതുമാത്രമല്ല കഥയുടെ നിർമ്മാണം, കഥാ പുരോഗതി ഇതൊക്കെ വിലയിരുത്തുന്നത് ചാനൽ മേധാവികളാണ്. ഇതിനകത്ത് അഭിനേതാക്കൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അവർ പോയി അഭിനയിക്കുന്നു, കാശ് വാങ്ങുന്നു, പോകുന്നു. അല്ലാതെ ഇതിനകത്ത് എന്താണ് ഈ കഥാപാത്രം എന്താണ് എന്നൊന്നും അറിയാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും തമാശയായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല, ഒരു നടനോ നടിയോ ഈ പ്രൊഡ്യൂസർക്കെതിരെയോ അല്ലെങ്കിൽ സംവിധായകനെതിരെയോ ആർക്കെങ്കിലും എതിരെയോ എന്തെങ്കിലും പറഞ്ഞാൽ, ഇഷ്ടക്കേട് പറഞ്ഞാൽ, സെറ്റിൽ എന്തെങ്കിലും അനിഷ്ടമുണ്ടായാൽ അവരെ ഉടനെ മാറ്റുകയാണ്, പിന്നെ വിളിക്കുന്നില്ല. പിന്നെന്താണ്, ഇവരുടെ ഒരു ഫോട്ടോ ചുമരിൽ കാണും, ഫോട്ടോ വെച്ചിട്ട് പിന്നെ അവർ മരിച്ചുപോയി എന്ന തരത്തിലാക്കും. അതുകൊണ്ട് ആർക്കും പെട്ടെന്ന് അകാല ചരമമടയാൻ താല്പര്യമില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിച്ചാൽ മാത്രം അഭിനയിക്കാൻ ഡേറ്റ് കൊടുത്ത് കിട്ടിയാൽ മാത്രമേ കാശ് കിട്ടുകയുള്ളൂ, ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആരും തന്നെ സീരിയലിനകത്ത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്കൊന്നും പോകാറില്ല. അല്ല, ഈ കഥ ശരിയല്ലല്ലോ, ഇവിടെ ഇങ്ങനൊരു സീൻ ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന രീതി സീരിയലിനില്ല. അതുകൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാർ ഈ കത്തിലൂടെ പറയുന്നത് ഇത് പ്രതിഷേധാർഹമാണ്, ഇങ്ങനൊരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വരാൻ പാടില്ലായിരുന്നു, ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് കാണിച്ചാണ് കെ ബി ഗണേഷ് കുമാർ പ്രേംകുമാറിന് കത്ത് നൽകിയിരിക്കുന്നത്.